നമസ്കാരം. പ്രത്യേക കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന്, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ നിലനിൽക്കുന്ന ആശങ്കകൾ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഓണദിനങ്ങളിൽ കൊല്ലം ജില്ലയിൽ അവിടുത്തെ ഒരു പൂക്കളവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പൂക്കളം ഇട്ടതിന് പേരിൽ ദേശസ്നേഹികളായ ചെറുപ്പക്കാർക്ക് നേരെ പോലീസ് FIR ഉൾപ്പെടെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഈ രണ്ട് വിഷയവും നമ്മളുമായി ചർച്ച ചെയ്യാനെത്തുന്നത് കൊല്ലം ജില്ലയുടെ തന്നെ BJPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള VS ജിതിൻ ദേവ് ആണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ ജിതിൻ ദേവ്, സ്വാഗതം. നമസ്തേ. സൂചിപ്പിച്ചതുപോലെ കേരളം ചർച്ച ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതിൽ ആദ്യത്തേത് ഈ 20-ാം തീയതി, സെപ്റ്റംബർ 20-ാം തീയതി പമ്പാതീരത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം തന്നെയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആഗോളം, അതായത് ഒരു ഗ്ലോബൽ അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷേ ഇത് അയ്യപ്പന്മാർക്ക് വേണ്ടി തന്നെ നടത്തുന്നതാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്ക. കാര്യം ഇതൊരു പണക്കൊഴുപ്പിന്റെ ഒരു നിക്ഷേപക സംഗമമാണ് എന്നുള്ള ഒരു ആരോപണവും വരുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? ഇത് കച്ചവട താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ കാപ്പട്യമാണ്, രാഷ്ട്രീയ ഇരട്ടത്തപ്പാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാലഘട്ടത്തിലും, അതായത് എന്താ പറയുക, റഷ്യ എടുത്താലും അല്ലെങ്കിൽ ഏത് രാജ്യത്തെ കമ്മ്യൂണിസം എടുത്ത് പരിശോധിച്ചാലും ഒരു കാലഘട്ടത്തിലും അവർ ഈശ്വരനും അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തിനും അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ആൾക്കാരല്ല. ശബരിമല തന്നെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ യുവതീ പ്രവേശനം എന്നൊരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ആ സമയത്തിന്, അല്ലെങ്കിൽ ഒരു ടൈം ബൗണ്ട് വെച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടൊന്നും ഇത് നടപ്പിലാക്കണമെന്ന്. പക്ഷെ ധൃതി പിടിച്ച് യുവതീ പ്രവേശനം സാധ്യമാക്കാൻ എവിടുന്നെങ്കിലും ആരെങ്കിലും കിട്ടിയാൽ അവരെ ഞങ്ങൾ കേറ്റും. ആക്ടിവിസ്റ്റുകളെ അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ പറഞ്ഞതുപോലെ രണ്ട് ആക്ടിവിസ്റ്റുകളെ ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമലയിലേക്ക് ഈ പോലീസിന്റെ അകമ്പടി അല്ലെങ്കിൽ പോലീസ് സംരക്ഷണയില് പോലീസിന്റെ യൂണിഫോം ഇടിപ്പിച്ച് ആൺവേഷം കെട്ടിക്കൊണ്ടുപോയി. ഇരുട്ടിന്റെ മറവിൽ. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ആ യുവതീ പ്രവേശനം അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളെ അവിടെ പ്രവേശിപ്പിച്ചതിന് ശേഷം ശ്രീ പിണറായി വിജയൻ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച ആ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു കൊലച്ചിരിയോടെ ലോകം മുഴുവനുള്ള അയ്യപ്പ വിശ്വാസികളെ ഒരിക്കലും മറക്കാത്ത ഒരു ചിരി ലോകത്തുള്ള മുഴുവൻ അയ്യപ്പ വിശ്വാസികളെയും കളിയാക്കുന്ന തരത്തിലുള്ള ഒരു ചിരിയുണ്ട്. ആ ചിരിക്ക് ശേഷം അവർക്കുണ്ടായ സെറ്റ് ബാക്ക് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമുക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. നോക്കൂ, നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ വരെ കേസെടുത്തു. ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളോ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റിയോ അല്ല. ഒരു ഭഗവാന് വേണ്ടിയിട്ട് ശരണം വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങപ്പെട്ട തന്ത്രിയുടെ പത്നിക്കെതിരെ ഉൾപ്പെടെ ഇവർ കേസെടുത്ത ആൾക്കാരാണ്. അതിനുശേഷം ഒരു തീർത്ഥാടന കാലം മുഴുവൻ പോലീസ് ബന്ദോബസ്ത്. അതും ഈ ശബരിമലയുടെ സുരക്ഷയ്ക്കായിട്ടുള്ള പോലീസ് അല്ല, ഭക്തർക്ക് നേരെ അതിക്രമിച്ചു കയറാനുള്ള പോലീസ് ബന്ദോബസ്ത്. അതെ, അത് മാത്രമാണോ? പമ്പയിൽ എത്രയോ ഭക്തന്മാരുടെ ഇരുമുടിക്കെട്ടഴിച്ച് ഇവർ പരിശോധിച്ചു. എത്ര പേരുടെ ഇരുമുടിക്കെട്ടഴിച്ച് പരിശോധിച്ചു. ഈ യുവതീ പ്രവേശനത്തിന് ശേഷം അണിഞ്ഞ മുദ്ര അല്ലെങ്കിൽ മാല ഊരി ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിലേക്ക് പോകാതെ പോയ എത്രത്തോളം ഭക്തന്മാരുണ്ട് ഈ നാട്ടില്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ച് ശബരിമല പൂങ്കാവനത്തിനെ കളങ്കപ്പെടുത്താൻ അല്ലെങ്കിൽ ശബരിമലയുടെ ആചാര പദ്ധതികൾ തറക്കാൻ ശ്രമിച്ച ഒരാൾ, അല്ലെങ്കിൽ ഒരു പാർട്ടി, അല്ലെങ്കിൽ ഒരു സർക്കാർ, ഇവര് ഒരു സുപ്രഭാതം എന്ന് പറയാണ് ഞങ്ങളെല്ലാവരും വിശ്വാസികൾക്ക് അനുകൂലമായി മാറി ഞങ്ങള് ശബരിമലയെ ആഗോള നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയ്യപ്പ സംഗമം നടത്തുക എന്നാണ് പറയുന്നത്. നോക്കൂ, ഈ അയ്യപ്പ സംഗമം ആരാണ് പ്രഖ്യാപിച്ചത്? ജൂൺ മാസം 25-ാം തീയതി ഈ അയ്യപ്പ സംഗമം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ദേവസ്വം മന്ത്രിയാണ്. ഈ ദേവസ്വം മന്ത്രി അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഇതിനെ ബാക്കപ്പ് ചെയ്ത് സംസാരിക്കുന്നത് നേരത്തെ ഈ വിശ്വാസികൾക്കെതിരെയുള്ള നിലപാട്, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തിനെതിരെ ഹിന്ദു വിശ്വാസം, നമ്മൾ ഈശ്വര വിശ്വാസം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല, കാരണം ഹിന്ദു വിശ്വാസത്തിനെതിരെ നിലപാടെടുക്കുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അദ്ദേഹമാണ് പറയുന്നത് ഇതിനകത്ത് എന്താണ് അയ്യപ്പ സംഗമം, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ വർഗീയവാദികളെയല്ലേ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി നടന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഇത് വിവാദത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത് ദേവസ്വം ബോർഡിന്റെ തലയിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു വെക്കുക. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഉദ്ഘാടകനായിട്ട് ഇവർ ആരെയാണ് ക്ഷണിച്ചത്? നോക്കൂ, സനാതന ധർമ്മത്തെ മലേറി എന്നും പകർച്ചവ്യാധി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിനെതിരെ എപ്പോഴും നിലപാടെടുത്ത് ഞാൻ അവരുടെ ഒരു നേതാവിന്റെ പ്രസംഗം ഇപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഞാൻ 2-3 അമ്പലങ്ങൾ തകർത്തിട്ടുണ്ട്. ഏതാണ്ട് ലോകം കീഴടക്കിയ സന്തോഷത്തോടാണ് പറയുന്നത്. ഞാൻ 2-3 അമ്പലങ്ങൾ ഞാൻ തകർത്തിട്ടുണ്ട്. TR ബാലു എന്താണെന്ന് തോന്നുന്നു, ഞാൻ അമ്പലങ്ങൾ തകർത്തിട്ടുണ്ടെന്ന് ഭയങ്കര അഭിമാനത്തോട് പറയുന്ന അവരുടെ ഒരാളെ തന്നെ, സ്റ്റാലിനെ തന്നെ കൊണ്ടുവരികയാണ്. സ്റ്റാലിനെ തന്നെ കൊണ്ടുവന്നതിന് ശേഷം
ഈ പറയുന്നത് പോലെ എന്താ പറയുക, കേരളത്തിൽ നിന്ന് പ്രതിഷേധം ആദ്യം ഉയർത്തുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. രാഷ്ട്രീയപരമായ പ്രതിഷേധം കേരളത്തിൽ നിന്നുണ്ടാകുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നുണ്ടാണ്. രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ നിലപാട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞ സ്റ്റാലിനെ കൊണ്ടുവന്നിട്ട് വിശ്വാസികൾക്കെതിരെയും സനാതന ധർമ്മത്തിനെതിരെയും സംസാരിക്കുന്ന സ്റ്റാലിനെ കൊണ്ടുവന്ന് ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി തടയും. ഇത് തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ നമ്മൾ അയ്യപ്പ സംഗമത്തിനെതിരെ ഒന്നുമല്ല സംസാരിച്ചത്. ദേവസ്വം ബോർഡ് നല്ല പരിപാടി സംഘടിപ്പിക്കുന്നത് നമുക്ക് എതിർപ്പില്ല. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് അവിടെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്ത് നമുക്ക് എതിർപ്പില്ല. പക്ഷേ ഇവരുടെ രാഷ്ട്രീയ ജിതിൻ, അത് തന്നെയാണ് ഇതിന്റെ പ്രതിഷേധം. നമുക്ക് എന്തായാലും ചർച്ച ചെയ്യണം. അതിനു മുമ്പ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു സ്റ്റാൻഡുമുണ്ട്. ഇതിപ്പോ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഇവരുടെ ഒരു മലക്കം മറിച്ചിലാണെന്ന്. അതിനപ്പുറം എന്തെങ്കിലും നിഗൂഢമായ ഒരു ലക്ഷ്യം ഇവർക്ക് പിന്നിലുണ്ടോ? വീണ്ടും ആചാരം പരസ്യമായി ലംഘിക്കപ്പെടുക, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നിഗൂഢ കാര്യം, ഇതിനെ അത്ര അങ്ങ് നിസ്സാരവൽക്കരിക്കേണ്ട എന്നാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് അടുക്കുന്ന നാളുകൾ സൂചിപ്പിക്കുന്നത്. വൻ മുന്നൊരുക്കങ്ങളാണ് പമ്പയിൽ നടക്കുന്നത്. അങ്ങ് ഇന്നലെ തത്വമയുടെ വാർത്ത കണ്ടോ എന്നറിയില്ല, ഞങ്ങൾ തന്നെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. കാര്യം 5 സ്റ്റാർ സമാനമായ ഫെസിലിറ്റീസ് ആണ് അവിടെ എത്തുന്ന ഈ ആഗോള സംഗമത്തിൽ എത്തുന്നവർക്ക് വേണ്ടി ഒരുക്കുന്നത്. ഈ തിരുവനന്തപുരവും ചുറ്റുവട്ടവും അടക്കമുള്ള പരിസര പ്രദേശങ്ങളിലെ 5 സ്റ്റാർ ഹോട്ടലുകൾ ഇവരെ താമസിപ്പിക്കുന്നു. AC ലക്ഷറി ബസ്സുകളിലാണ് ഇവരെ പമ്പയിലേക്ക് എത്തിക്കുന്നത്. അതുമാത്രമല്ല, ഈ പമ്പയിൽ ഇവരുടെ ആതിഥേയമരുളാൻ 40ഓളം യുവസുന്ദരിമാരെയാണ് അണിനിരത്തുന്നത്. ഇവർക്ക് നോൺ വെജ് ഭക്ഷണം പോലും പ്രൊവൈഡ് ചെയ്യണമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ച തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ മുന്നൊരുക്കങ്ങൾ. ഇപ്പം ഏറ്റവും ഒടുവിൽ ശബരിമലയുടെ സുരക്ഷാ ചുമതല കഴിഞ്ഞ മണ്ഡലകാലത്ത് വഹിച്ച ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് പമ്പയിലും ഒരുക്കുന്നത്. ഇതൊക്കെ നമ്മളൊന്ന് ആഴ്ന്നിറങ്ങി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിനും പിന്നിൽ വലിയ എന്തോ ഒരു ഗൂഢലക്ഷ്യം സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് അണിയറയിൽ ഒരുക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ടോ ശ്രീ ജിതിൻ ദേവ്? നോക്കൂ, CPM A എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു B ഉണ്ടാകും. CPM-ന് നമുക്കറിയാം CPM-ന്റെ നിലപാട് എന്താണ്. CPM-ന്റെ പ്രത്യക്ഷ നില, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രത്യക്ഷ നിലപാട് വിശ്വാസത്തിനും വിശ്വാസികൾക്കും ഈശ്വരനും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പോൾ ഇവർ ഈ സംഗമം സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ ഇവർക്ക് രാഷ്ട്രീയ ഇരട്ടത്താപ്പുമുണ്ട്, കച്ചവട താല്പര്യങ്ങളുമുണ്ട്. നോക്കൂ, ഹൈക്കോടതി തന്നെ കഴിഞ്ഞ ദിവസം ഇവരോട് ചോദിച്ചു, ഇതാരാണ് ഇതിന്റെ സംഘാടകർ, സർക്കാരിന് എങ്ങനെ സംഘടിപ്പിക്കാൻ സാധിക്കും? അപ്പൊ പറഞ്ഞു ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നത്, ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷമായിട്ട് ബന്ധപ്പെട്ടാണ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഹൈക്കോടതി വീണ്ടും ചോദിച്ചു, ഇങ്ങനെ പ്ലാറ്റിനം ജൂബിലി ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്തിന് ശബരിമല നിങ്ങൾ തെരഞ്ഞെടുത്തു? അതിനൊരു കാരണം ഉണ്ടാവില്ല. ധാരാളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളുണ്ട്, മഹാദേവ ക്ഷേത്രങ്ങളുണ്ട്, ദേവിമാരുടെ ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ എന്തിന് ശബരിമല തെരഞ്ഞെടുത്തു? അതിന് ഇവരെ സംബന്ധിച്ച് മറുപടിയില്ല. ഇവർ കൊണ്ടുവരുന്ന ആൾക്കാർ 3000-ഓളം ഡെലിഗേറ്റ്സ് ഉണ്ടെന്ന് ഇവർ പറയുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ശബരിമല online.org എന്നുള്ള അവരെ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് വെർച്വൽ ക്യൂ രജിസ്ട്രേഷൻ അവർ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് തന്നെ അവർ ക്ലോസും വെച്ചിട്ടുണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ പ്രവേശനം കിട്ടണമെന്നില്ല. ഇതാണ് അവരുടെ ഒരു ക്ലോസ് അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കൊണ്ടുവരുന്ന ഈ ഡെലിഗേറ്റ്സ് ആരൊക്കെയാണ് ആർക്കും അറിയില്ല. അവർ പറയുകയാണ് മലേഷ്യയിൽ നിന്ന് 500 വരും, മറ്റിടത്ത് നിന്ന് 600 വരും, ഇവിടുന്ന് 1000 വരുന്നു. ഇതൊക്കെ ഇവർ വെറുതെ ഓരോ കണക്കുകൾ പറയുകയാണ്. ആരാണ് ഈ 3000 പേർ? ഇതിന്റെ ചെലവ് ദേവസ്വം ബോർഡ് വഹിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് കമ്മീഷണർ, സ്പെഷ്യൽ കമ്മീഷണർ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ചെലവ് ആരാണെന്ന് ചോദിച്ച സമയത്ത് കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് ഞാൻ ഇടപെട്ടോട്ടെ. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത്. അന്ന് നമ്മള് തത്വമയുടെ ഒരു പ്രതിനിധി തന്നെ അവിടെ പോയി ഇതിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് ചോദിച്ചു. പക്ഷേ 20 ദിവസം മാത്രം ബാക്കി നിൽക്കെയുള്ള ഒരു ഇവന്റിന്റെ ബഡ്ജറ്റ് ഇതുവരെയും ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിയും. അങ്ങനെ ഇതിലൊക്കെ ഒരു സുതാര്യത കുറവില്ലേ? കഴിഞ്ഞ ദിവസം മന്ത്രി വാസവൻ മാധ്യമങ്ങളെ കണ്ട സമയത്തും ഒരു മാധ്യമത്തിൽ പ്രതിജ്ഞ 72ഓളം സ്പോൺസർമാരാണ് ഈ പരിപാടി നടത്തുന്നത്. ഇപ്പൊ തത്വമയിക്ക് ഒരു കമ്പനി ഒരു സ്പോൺസർഷിപ്പ് തന്നു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഒരു കച്ചവട താല്പര്യം ഉണ്ടാവും. അവന്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള നടപടിയായിരിക്കും. നോക്കൂ, ശബരിമല ഡൊണേഷൻ അല്ല, 72ഓളം സ്പോൺസർമാരുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഈ സ്പോൺസറിന്റെ കച്ചവട താല്പര്യം എന്താണ്? ഈ സ്പോൺസർക്ക് കച്ചവട താല്പര്യം ഉണ്ടല്ലോ. ഇപ്പൊ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ടോ അയ്യപ്പന്മാര്, ഇപ്പൊ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള അയ്യപ്പന്മാര് ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നൊക്കെ അയ്യപ്പ സന്നിധി വരുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരാരെങ്കിലും ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ച് സന്നിധാനത്തൊന്ന് തൊഴുതു മടങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പമ്പയിലും അവൈലബിൾ ആയിട്ടുള്ള സൗകര്യത്തിൽ അവിടെ കിട്ടുന്ന വിരികളിൽ അവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളിൽ ആണ് അവർ ഒതുങ്ങിക്കൂടാറ്. അവർ സംതൃപ്തരാണ്. പമ്പയില് വിരിവെച്ച് അവിടെ കിടന്നുറങ്ങി പാവപ്പെട്ടവനും പണക്കാരനും യാതൊരു വ്യത്യാസവും ഇല്ലാതെ കൃത്യമായ ഇക്വാലിറ്റി ഉള്ള സ്ഥലം.
അത് അതെ അങ്ങനെ ഉറങ്ങി എന്താ പറയുക ശബരിമലയിൽ പോയി തൊഴുതിറങ്ങി പോകുന്ന ഭക്തന്മാരാണ്. ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്ന അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ ആലപ്പുഴയിലും പത്തനംതിട്ടയിലും എല്ലാം സ്റ്റാർ ഹോട്ടലുകൾ ഇവർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ ആരെയാണ് താമസിപ്പിക്കാൻ കൊണ്ടുവരുന്നത്? റിസോർട്ടുകളാണ്. റിസോർട്ട്, അതെ അതെ, റിസോർട്ടുകൾ ബ്ലോക്ക് ചെയ്തിടുന്നു. ഇവർ ആരെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ശബരിമലയുടെ ചുറ്റുവട്ടത്തുള്ള ആങ്ങമൂഴി അതുപോലെ ചിറ്റാർ മേഖലകളിലൊക്കെ ചില റിസോർട്ടുകളുണ്ട്. അവിടെ ഉൾപ്പെടെ അതെ, ഇപ്പോ ബുക്കിംഗ് ഫുൾ ആയിട്ടുണ്ട്. ഞാൻ വടശ്ശേരിക്കരയില് ഒരു സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പേരിലാണ് ഈ ബുക്കിങ്ങുകളെല്ലാം നടന്നിട്ടുള്ളത്. വടശ്ശേരിക്കരയിൽ ഞാൻ ഒരു ഹോട്ടലിൽ വിളിച്ചു ചോദിച്ച സമയത്ത് ഒരു പ്രധാനപ്പെട്ട വടശ്ശേരിക്കര ഭാഗത്ത് അല്ലാഹബാദ് ഹോട്ടലിൽ ചോദിച്ചു. അവിടെ കംപ്ലീറ്റ് റൂമുകളും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ വെർച്വൽ ക്യൂ ഇപ്പോഴാണ് ആരംഭിച്ചത്. വെർച്വൽ ക്യൂ വഴി രജിസ്ട്രേഷൻ ഇപ്പോഴാണ് അവർ ആരംഭിക്കുന്നത്. അപ്പൊ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്, ആരെയോ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. നോക്കൂ, മറ്റൊരു കാര്യം, ഇവര് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട്, റൈറ്റ് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആൾക്കാരല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ക്ഷേത്രത്തില് 3 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഡയമണ്ട് പിന്നെ 1.5 കോടി കൊടുത്ത്? അതെ അതെ, സാധാരണ നമ്മളതൊക്കെ കേട്ടിട്ടുള്ള മണി ചെയിൻ പരിപാടിക്കകത്തൊക്കെയാണ് നമ്മൾ കേട്ടുള്ളത്. ഇത്ര പേർ പിടിച്ചോണ്ട് ഇത്ര രൂപ കിട്ടും. ഇത് മണി ചെയിൻ. ഇങ്ങനെ ഇവർക്ക് ആരാണ് അനുവാദം കൊടുത്തത് ഭക്തരെ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്താൻ അല്ലെങ്കിൽ ക്ലബ് മെമ്പർഷിപ്പ് കൊടുക്കാൻ? ഇവർക്ക് ആരാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്? അല്ല ശ്രീ ജിതിൻ ദേവ്, അവിടെ തന്നെ 2 നഗ്നമായ നിയമലംഘനങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ ശബരിമലയുടെ ദർശനത്തിന്റെ കാര്യത്തിൽ കൃത്യമായി കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട്. ഇപ്പോൾ ദിലീപിന്റെയൊക്കെ വിഷയം വലിയ ചർച്ചയായത് അതുകൊണ്ടാണല്ലോ. ഈ ശ്രീകോവിലിന്റെ നടയിലെത്തുന്ന എല്ലാ ഭക്തന്മാരും തുല്യരാണ്. സമഭാവനയാണല്ലോ ശബരിമല ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം. അതുകൊണ്ട് തന്നെ അവിടെ VIP-കളില്ല. അവിടെ എത്തുന്ന എല്ലാ പേർക്കും തുല്യ സുരക്ഷയാണ്. പിന്നെ ഇപ്പോൾ ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷനിലൊക്കെ വരുന്നവർക്ക് മാത്രം, ഇപ്പോൾ കഴിഞ്ഞ മാസം രാഷ്ട്രപതി എത്തുമെന്ന് അറിയിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ നടത്തിയിരുന്നു. പക്ഷേ അവസാന നിമിഷം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് വരാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രം ഇസഡ്+ കാറ്റഗറി സെക്യൂരിറ്റി അനുവദിച്ചിട്ടുള്ളവർക്ക് മാത്രം ചില ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അവർക്ക് ആവശ്യവുമാണ്. മറ്റുള്ള ആര് വന്നാലും അവർ ഭഗവാന്റെ മുന്നിൽ തുല്യരാണ്. അതുകൊണ്ട് VIP പരിഗണന പാടില്ല എന്നൊരു കോടതി നിരീക്ഷണമുണ്ട്. അതുപോലെ തന്നെ പമ്പയും പമ്പയുടെ അനുബന്ധ സ്ഥലങ്ങളും ഭക്തർക്ക് വിരിവയ്ക്കാനും അവരുടെ ഭക്ഷണ ആവശ്യങ്ങൾക്കും അവരുടെ പ്രാഥമിക സൗകര്യ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം വിനിയോഗിക്കുക എന്നുള്ളൊരു മറ്റൊരു കോടതി വിധി കൂടിയുണ്ട്. അപ്പോൾ ഈ 2 നഗ്നമായ നിയമലംഘനങ്ങളല്ലേ ഇതിന്റെ പേരിൽ സർക്കാർ തന്നെ അവിടെ നടത്തുന്നത്? തീർച്ചയായിട്ടും ഇവര് ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ച കച്ചവട താല്പര്യം മുൻനിർത്തിയുള്ള പരിപാടിയാണ്. കുറെ പൈസ അയ്യപ്പന്റെ പേരിൽ കണ്ടെത്തുക, അയ്യപ്പന്റെ പേര് പറഞ്ഞു. കാരണം ഈ പിണറായി വിജയന്റെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞു പോയാൽ ആരും 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തരാറില്ല. അപ്പൊ ഭഗവാന്റെ പേരിൽ കുറെ പൈസ ഇവർക്ക് കണ്ടെത്തുക. പിന്നെ ഈ പറഞ്ഞതുപോലെ അവർക്ക് നഷ്ടപ്പെട്ട ഒരു ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ വിശ്വാസികളുടെ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുക. കാരണം ഈ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് ശേഷം CPM-ന്റെ തന്നെ ഒരു ആഭ്യന്തര റിപ്പോർട്ടുണ്ട്. 34,000-ന് മുകളിൽ പാർട്ടി മെമ്പർഷിപ്പാണ് പുതുക്കാതെ ആൾക്കാർ പിന്നിലേക്ക് പോയി. 34,200 എന്തോ ആണ് ആ പാർട്ടി മെമ്പർഷിപ്പിന്റെ കണക്ക്. അത്രത്തോളം ഇവരുടെ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ തന്നെ എന്താ പറയാ സജീവമായിട്ടുള്ള പ്രവർത്തകർ ഈ പ്രവർത്തനത്തിൽ നിന്ന് പുറകിലേക്ക് പോയി. ഇന്ന് നമ്മൾ നമ്മുടെ ഒക്കെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള സാധാരണക്കാരായിട്ടുള്ള CPM-ന്റെ പ്രവർത്തകരോട് ചോദിച്ചാൽ എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിച്ചത് അവർക്കറിയില്ല. ഈ എന്നോട് ഒരു CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നോട് പറഞ്ഞത്, ഇന്ന് പാർട്ടിയിൽ ചർച്ചകളില്ല. ഇങ്ങോട്ട് വന്ന് പറയുന്നു, കേൾക്കുന്നു, ഞങ്ങൾ എണീറ്റ് പോകുന്നു. അവർ പറഞ്ഞ കാര്യം ഞങ്ങൾ താഴേക്ക് പോയി പറയുന്നു. ഈ ചർച്ചകളില്ല. നോക്കൂ, ഏകാധിപതിപരമായ നിലപാടുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് മാത്രം ഒരു സംവിധാനം ഒരുങ്ങുന്ന ഒരു സാഹചര്യം. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു തരാം. നോക്കൂ, നമ്മുടെ നാട്ടില് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ടൂറിസം, അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് അനുമതികൾ വാങ്ങിക്കേണ്ട സ്ഥലം പൊതുമരാമത്ത്, ഇൻവെസ്റ്റ്മെന്റ് വരുന്ന മേഖലയാണ് IT, സയൻസ് ആൻഡ് ടെക്നോളജി, സ്റ്റാർട്ടപ്പ്. നോക്കൂ, ഞാൻ ഈ സൂചിപ്പിച്ച ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ചുമതല വഹിക്കുന്നത് ഒരു കുടുംബത്തിലെ 2 വ്യക്തികളാണ്. അതായത് കേരള ബഡ്ജറ്റിന്റെ അലോക്കേഷന്റെ 62% പോകുന്നത്, അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ബഡ്ജറ്റ് അലോക്കേഷൻ എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ശ്രീ പിണറായി വിജയന്റെ കുടുംബമാണ്. ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസും കൂടിയാണ്. അപ്പോ ഇതിനകത്ത് ഇവരുടെ കൈകളിൽ ഇല്ലാത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ റവന്യൂ മാത്രമാണ്. റവന്യൂവിന്റെ അനുമതികൾ കാത്തു വരുന്ന സമയത്ത് ചിലപ്പോൾ CPI-യുമായി ചില കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ CPI-യുമായി ചില പങ്കുവെക്കൽ നടത്തേണ്ടി വരും. ആ സമയത്ത് റവന്യൂവിനെ സൈഡാക്കാനായിട്ടാണ് ഇവർ ഈ സിംഗിൾ വിൻഡോ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. ലോക കേരള സഭയിലെ ഒരു ഇൻവെസ്റ്റർ വന്നു കഴിഞ്ഞാൽ അന്ന് അവർ പറഞ്ഞത്, റവന്യൂ അനുമതികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ അനുമതികളും നിങ്ങൾക്ക് ഏകജാലക സംവിധാനത്തിലൂടെ സാധ്യമെടുക്കും. നോക്കൂ, നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
ഭഗവാന് ഏക്കർ കണക്കിന് അല്ലെങ്കിൽ ഹെക്ടർ കണക്കിന് ഭൂമിയുള്ള സ്ഥലമാണ് ശബരിമല. വനഭൂമിയുണ്ട്, ദേവസ്വം ഭൂമിയുണ്ട്. ഇവരിപ്പൊ ഈ സംഗമത്തിന് പിന്നിൽ ഇറങ്ങി ഈ പറഞ്ഞ നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മൾ വിശ്വാസികൾ ഉൾപ്പെടെ ഇതിന്റെ പുറകിൽ പോയി വിവാദങ്ങളുടെ പുറകിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ബി പ്ലാൻ ഇവർക്ക് ഉണ്ടാകും. എവിടെയോ ഒരു വലിയ കച്ചവട സാധ്യത അല്ലെങ്കിൽ ഒരു കച്ചവടം ഇവർ ആൾറെഡി തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അല്ല, ഈ നമ്മൾ ഒറ്റ വാക്കിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ശബരിമലയെ ഇവർ എഴുതി വിൽക്കുമോ? പറയാൻ പറ്റില്ല. ഇവര് പറയുന്നത് നോക്കൂ, ശബരിമലയെ ആഗോള തീർത്ഥാടനമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞു കേട്ടു 2 കോടി തീർത്ഥാടകരെ കൊണ്ടുവരുന്ന ലക്ഷ്യം. ഇതൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടാണോ? വിശ്വാസികൾ വരട്ടെ അല്ലെ? 2 കോടി അല്ലെങ്കിൽ 3 കോടി ആൾക്കാരെ ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ തന്നെ അവിടെ കോടിക്കണക്കിന് ഭക്തർ എല്ലാ വർഷവും എത്തുന്നുണ്ട്. ഈ ദേവസ്വം ഏർപ്പെടുത്തുന്ന വെർച്വൽ ക്യൂ മറ്റതൊക്കെ ഇപ്പോഴല്ലേ. ഇതൊന്നും ഇല്ലാത്ത കാലത്തും ഇത്രയും കോടി ഭക്തർ ജനങ്ങൾ ഇവിടെ വന്ന് സുഖമായി ദർശനം നടത്തി തിരിച്ചു പോയിട്ടുണ്ട്. അതെ, പിണറായി വിജയൻ വന്നിട്ട് ആഗോള സംഗമം സംഘടിപ്പിച്ചെങ്കിലേ വിശ്വാസികൾ ശബരിമലയിലേക്ക് ഒഴുകി വരുത്തുന്നതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, ഞാൻ മറ്റൊരു കാര്യം അങ്ങനെ അറിവിലേക്ക് സൂചിപ്പിക്കും. ഈ ശബരിമലയിൽ ഇപ്പൊ ഇനി ഇവർ പറയുകയാണ് ഞങ്ങൾ മാസ്റ്റർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശബരിമല പറഞ്ഞതുപോലെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ടാണ് ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രം. ഞാൻ ശരി, ഒരു വാദത്തിന് വേണ്ടിയിട്ട് ഞാൻ അംഗീകരിച്ചു. ഞാൻ ഒരു വിവരാവകാശ കണക്ക് ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. 2016 നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് സ്വദേശി ദർശൻ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 106 കോടി രൂപ ഇവർക്ക് സ്വദേശി ദർശൻ സ്കീമിൽ വെച്ചുകൊണ്ട് ഇത് കൊടുത്തു, പദ്ധതി രേഖ സമർപ്പിക്കാൻ പറഞ്ഞു. 2016 പറഞ്ഞിട്ട് അവർ 2017, 18, 19, 20 ഇതിലൊന്നും ഇവർ ചെയ്തില്ല. 106 കോടി രൂപ കേന്ദ്ര ടൂറിസം വകുപ്പ് വകയിരുത്തി പദ്ധതി രേഖ സമർപ്പിക്കുക, DPR വെക്കാൻ പറഞ്ഞു. പക്ഷെ ഇവരൊന്നും ചെയ്തില്ല. അതിനുശേഷം ഇവര് ഈ പറഞ്ഞതുപോലെ ദേവസ്വം ഭൂമി ശബരിമല മാസ്റ്റർ പ്ലാൻ എന്താ സാധ്യമാക്കാത്തത് സുപ്രീം കോടതികളും ഒക്കെ പല പ്രാവശ്യം ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ദേവസ്വം ഭൂമിയും ഈ പറഞ്ഞതുപോലെ വനഭൂമിയും തമ്മിൽ തരംതിരിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ കേരള ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷക കമ്മീഷനെ വെച്ചു, SSP കുറുപ്പ് കമ്മീഷൻ, SC കുറുപ്പ് കമ്മീഷനെ വെച്ചു. ഈ കമ്മീഷൻ പോയിട്ട് അളന്ന് തിട്ടപ്പെടുത്തി കൊടുത്തു. അതിനകത്ത് ചില ഡിസ്പ്യൂട്ട്സ് ഒക്കെ പറയുന്നുണ്ട്, പോട്ടെ, അളന്ന് തിട്ടപ്പെടുത്തി കൊടുത്ത് വനഭൂമി ഇത്ര, ദേവസ്വം ഭൂമി ഇത്ര കൊടുത്തു. അതിനുശേഷം മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള കാര്യങ്ങൾ ആരംഭിക്കാൻ പറഞ്ഞു. ഇവർക്ക് ഈ ശബരിമലയോട് എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വികസനം സാധ്യമാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് അറിയുമ്പോൾ 2020 സാധ്യമാക്കുമായിരുന്നു. 2024 കഴിഞ്ഞ സാമ്പത്തിക വർഷം 53 കോടി രൂപ ലാപ്സാക്കിയ ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഇവർ കൊടുത്ത 53 കോടി രൂപ ലാപ്സാക്കിയ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അവരാണ് പറയുന്നത് ഞങ്ങൾ ഇനി ആഗോള വിശ്വാസ സംഗമം സംഘടിപ്പിച്ച് എന്താ പറയുക നിക്ഷേപകരെ അതെ നിക്ഷേപം ഞങ്ങൾ സാധ്യമാണ്. അതെ. ശ്രീ ജിതിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇവർ ഈ വലിയ ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ഈ ഒരു പരിപാടി അവർ അണിയിച്ചൊരുക്കുന്നത്. പക്ഷേ ഇത് ഏതെങ്കിലും രീതിയിൽ ഇപ്പോ ഇത് സർക്കാരിനും ദേവസ്വം ബോർഡിനും വലിയ തിരിച്ചടിയായി മാറുമോ? ഇപ്പോ കാര്യം സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ 2018 പല ചിത്രങ്ങളും ഓർമ്മ ചിത്രങ്ങളായി നിറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സർക്കാരിന് ഈ ഇലക്ഷൻ, ഇനിയിപ്പോ 2 ഇലക്ഷനാണ് വരാൻ പോകുന്നത്, ഈ സമയത്ത് അവരൊരു PR വർക്കിന് വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇതൊരു തിരിച്ചടിയായി മാറുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. 100%. കാരണം ഇവർക്ക് ഇനി ഇത് ആര് ഉപദേശം കൊടുത്തു? ഇനി ഏതെങ്കിലും രാഷ്ട്രീയ ജോലിസിന്റെ ഉപദേശമാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും PR കമ്പനിയുടെ ഉപദേശമാണെങ്കിൽ പോലും ഇവരൊന്നും ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാരല്ല. കാരണം ഈ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായ സമയത്ത് ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചിരി സോഷ്യൽ മീഡിയയിൽ ഇന്ന് തരവായിട്ടുണ്ട്. സോഷ്യൽ മീഡിയക്ക് കുത്തിപ്പൊക്കൽ എന്നുള്ള ഒരു ദോഷവശം കൂടിയുണ്ട്. ശ്രീമതി ടീച്ചറിന്റെ ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നത്, സ്വരാജിന്റെ ബ്രഹ്മചാര്യം പോയില്ലേ, ഇതൊക്കെ ജനങ്ങൾ വീണ്ടും ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പൊ നിലവിൽ സജീവമല്ലാത്ത സുധാകരന്റെ പ്രസ്താവനകൾ പോലും തിരിച്ചു വരുന്നുണ്ട്. ആക്ടിവിസ്റ്റുകളെ കൊണ്ട് പോയത് അതൊക്കെ ജനങ്ങൾ വീണ്ടും കാണുകയാണ്. അന്ന് ആ കുഞ്ഞുങ്ങള് നോക്കൂ, നമുക്ക് സത്യം പറഞ്ഞ ഇന്നും അത് കാണുമ്പോ ഹൃദയവേദനയോടെ ഓരോ വിശ്വാസിക്കും കാണും. ആ കുഞ്ഞുങ്ങള് ആന്റി കേറല്ലേ, ചേച്ചി കേറല്ലേ എന്ന് പറഞ്ഞിട്ട് 2 പെൺകുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ കൊല്ലംകാരൻ 2 പെൺകുഞ്ഞുങ്ങൾ പോയിട്ട് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. രഹന ഫാത്തിമ എന്ന് പറഞ്ഞ ആക്ടിവിസ്റ്റ് നമ്മൾ ഇരുമുടിക്കെട്ടിനകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതുമായിട്ട് പോയ നോക്കൂ അതെ മറക്കാൻ സാധിക്കുമോ? ഇതൊക്കെ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത്. എന്നിട്ട് പറയുകയാണ് ഇപ്പൊ ഞങ്ങൾ ശബരിമലയെ ഉദ്ധരിച്ച് ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി പോയിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാല് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ ഈ ജനങ്ങള് പ്രതികരിക്കേണ്ട സാഹചര്യത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത്. കാരണം ഇവർക്ക് ഇത് വലിയ തിരിച്ചടി. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവർ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഹൈക്കോടതി ഇതൊന്ന് സ്റ്റേ ചെയ്തിരുന്നെങ്കിലാണ്. നാളെ കേസുണ്ടല്ലോ ഹൈക്കോടതിയിൽ, ഇതൊന്ന് സ്റ്റേ ചെയ്താണെങ്കിൽ ചിലപ്പോൾ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ?
അത് പറയാൻ സാധിക്കില്ല. കാരണം കോടതി കുറെ കൺസേൺസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇതിനകത്ത് സുതാര്യത കോടതി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സുതാര്യത ഇല്ലായ്മ ഉണ്ട്. കാരണം ഇവർക്കൊന്നും അറിയില്ല. അപ്പൊ അങ്ങ് തന്നെ സൂചിപ്പിച്ച പോലെ നമ്മുടെ തത്വമയുടെ റിപ്പോർട്ടർ തന്നെ പോയിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുകയാണ്, ഇതിന്റെ ബഡ്ജറ്റ് എത്രയാണ്, ഇതിന്റെ എങ്ങനെയൊക്കെയാണ്, ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം 10-15 ദിവസം കിടക്കുന്ന പരിപാടിക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുണ്ടെന്ന് പറയാൻ അദ്ദേഹത്തിന് അറിയില്ല. കാരണം അദ്ദേഹത്തിന് അറിയില്ല ഈ പരിപാടിയുടെ നടത്തിപ്പ് ബഡ്ജറ്റ് ആകുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ ബഡ്ജറ്റ് ആകുന്നതേ ഉള്ളൂ. നോക്കൂ, നാട്ടിൽ ഒരു സംഘം ചെറുപ്പക്കാർ ചേർന്നൊരു പൂക്കളം ഒരുക്കാൻ ഒരു പദ്ധതി ഇട്ടാൽ അതിന് പോലും അവർ കൃത്യമായ ബഡ്ജറ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇത്രയും കോടികളുടെ ഒരു സംഗമം നടക്കുമ്പോൾ ഇത്തരത്തിൽ ബഡ്ജറ്റ് ഇല്ല, ബഡ്ജറ്റ് ആകുന്നതേ ഉള്ളൂ എന്ന് പറയുന്നതിൽ തന്നെ ഏറ്റവും വലിയൊരു സുതാര്യത കുറവുണ്ട്. അതെ, നമ്മള് പറഞ്ഞില്ലേ, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സംബന്ധിച്ച് പണ്ട് ശകുനിയെ മുൻനിർത്തി യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ഇപ്പോഴാണ് ഇതിലേക്ക് കളത്തിലേക്ക് ഇറക്കി വിട്ടത്. നോക്കൂ, ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ നോക്കൂ, നമ്മളൊക്കെ ഇവിടെ BJP നിങ്ങൾ വേണ്ട, BJP രാഷ്ട്രീയ പാർട്ടിന് വേണ്ട, ഹിന്ദു ഐക്യവേദി വേണ്ട, സംഘപരിവാറാണ്, VHP വിളിക്കേണ്ട, ശബരിമല കർമ്മസമിതി നിങ്ങൾ വിളിക്കേണ്ട. പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, തന്ത്രി എന്ന് പറഞ്ഞ കുടുംബം, തന്ത്രി ഉണ്ടല്ലോ അവിടെ, ശബരിമല തന്ത്രിയാണല്ലോ ശബരിമല സംബന്ധിച്ച് പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹത്തോട് ഇവർ കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ? പന്തളം കൊട്ടാരം പറഞ്ഞൊരു കൊട്ടാരം അവിടെ ഇല്ലേ? അയ്യപ്പനുമായിട്ട് ഏറ്റവും ആദ്യം ഇവർ അയ്യപ്പന്റെ കാര്യം ഒരു സമയത്ത് സംസാരിക്കേണ്ട ഒരു പോയിന്റ് അല്ലേ പന്തളം കൊട്ടാരമായിട്ട് ഇവർ കൂടി കടത്തിയിട്ടുണ്ടോ? പേട്ട സംഘങ്ങളില്ലേ? വിവിധ ശബരിമലയില് വർഷങ്ങളോളമായിട്ട് കാൽനടയായിട്ട് വരുന്ന അമ്പലപ്പുഴ സംഘമുണ്ട്, എത്രയോ സംഘങ്ങളുണ്ട്. ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്താമല്ലോ. എത്രയോ അയ്യപ്പ സേവാ സമിതികളുണ്ട്, അയ്യപ്പ സമാജമുണ്ട്. ഇവരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്താം. ഇവരെല്ലാം വിളിച്ചിരുന്നത് നമുക്ക് ഈ ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണം, നമുക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം, നമ്മൾ 3 ഫേസ് ആയിട്ട് പറഞ്ഞാൽ മുമ്പോട്ട് പോകുന്നില്ല, ഒരു 2030 മുമ്പെങ്കിലും നമുക്കിത് പൂർത്തീകരിക്കണം, 2030 ശബരിമല മാസ്റ്റർ പ്ലാൻ ഒക്കെ തയ്യാറാക്കി നമുക്കിത് ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞൊരു കൂടിയാലോചന വേണ്ടേ? ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ബഡ്ജറ്റിനെ പറ്റി അറിയാൻ വയ്യാത്ത പ്രസിഡന്റ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഇതുവരെ ആയിട്ടില്ലെന്ന് പറഞ്ഞ പ്രസിഡന്റ്, ഇതൊക്കെ ഇവരെ ആദ്യം ചെയ്യേണ്ടത്. ഇത് തീരുമാനമെടുത്തത് മന്ത്രി വാസവന്റെ ചേംബറിൽ ഇരുന്ന് ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വല്ല PR-കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ ജ്യോത്സ്യന്മാരോ കൊണ്ടുകൊടുത്ത് ഒരു കുറിപ്പ് ഒഴിച്ചിട്ട് തീരുമാനിച്ചു, എന്നാ പിന്നെ നമുക്കൊന്ന് ആഗോള അയ്യപ്പ സംഘം നടത്തി നമുക്ക് ഈ പറഞ്ഞതെല്ലാം തിരിച്ചു പിടിച്ചേക്കാം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്താണ്. ഇത് തട്ടിപ്പാണ്, ഇത് രാഷ്ട്രീയ കാപട്യമാണ്, ഇത് കച്ചവട താല്പര്യമാണ്, വിശ്വാസികളെ വഞ്ചിക്കാനുള്ള പരിപാടിയാണ്. അത് വിശ്വാസ സമൂഹം തിരിച്ചറിയും. ഇതിന്റെ രാഷ്ട്രീയ കാണിക്കാൻ BJPക്ക് സാധിച്ചുള്ളൂ. ഇപ്പോ 2018 പോലെ എന്തെങ്കിലും ഒരു തനിയാവർത്തനം വീണ്ടും പമ്പയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഈ ആചാര ലംഘനം സംബന്ധിച്ച് അത്തരത്തിൽ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടാകുകയാണെങ്കിൽ BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ പാർട്ടി മറ്റ് സംഘടനാ സംവിധാനങ്ങളൊക്കെ ഇതിൽ കൃത്യമായ ഒരു പ്രതികരണം ഉണ്ടാകുമോ? അപ്പോൾ അതൊരു വലിയ പ്രതിഷേധവും അതിനെ തുടർന്നൊരു സംഘടനത്തിലേക്കും പോകുമോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്താൽ മതി. MV ഗോവിന്ദന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാം. MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ആദ്യം അവകാശപ്പെട്ടത് ശബരിമല യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമാണ്, അല്ലെ? അതിനുശേഷം പിറ്റേന്ന് അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ചതല്ല, ഒരു ചെമ്പഴന്തിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഒരു പൊതുയോഗത്തിൽ പോയി സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് അടഞ്ഞ അധ്യായമല്ല, കഴിഞ്ഞ അധ്യായമാണ്. എന്താ അതിന്റെ അർത്ഥം? കഴിഞ്ഞ അധ്യായം എപ്പോ വേണമെങ്കിലും തുറന്നു വായിക്കാം, അടഞ്ഞ അധ്യായം റീഓപ്പൺ ചെയ്യാം. അടഞ്ഞ അധ്യായം ആ സമയത്ത് അടച്ചു വെച്ചു പോയി, കഴിഞ്ഞു, അത് പഠിച്ചു തീർത്തിയാനെല്ലാം മാറ്റി വെച്ചു കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞ അധ്യായം ഏത് സമയത്തും അങ്ങ് പറഞ്ഞതുപോലെ റീഓപ്പൺ ചെയ്യാൻ സാധിക്കും. ആ റീഓപ്പൺ ഇവർ ചെയ്യില്ലെന്ന് ആർക്കാണ് ഉറപ്പുള്ളത്? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കണ്ട സമയത്ത് മറ്റൊരു ചോദ്യം കൂടി അന്ന് മറ്റു മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അതായത് ദേവസ്വം ബോർഡ് പണ്ട് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലമുണ്ട് ഈ കോടതി വിധി സംബന്ധിച്ച്, അത് പിൻവലിക്കുമോ എന്ന് ചോദിച്ചതിനും ഉത്തരം തന്നിട്ടില്ല. അത് പിൻവലിക്കുമോ എന്ന് ചോദിച്ചതിനും ദേവസ്വം ബോർഡ് ഉത്തരം തന്നിട്ടില്ല. അത് വിദഗ്ധമായി പ്രസിഡന്റും മെമ്പറും കൂടെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതെ, ആദ്യം ഇദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് യുവതീ പ്രവേശനത്തിൽ ഇപ്പൊ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം അനുകൂലമായി വളരെ പോസിറ്റീവായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിച്ചു. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ അതിനുശേഷം ഇവർ പറയുന്ന വാദം എന്താണ്? രണ്ടും 2 ആംഗിളിൽ കാണണം. അയ്യപ്പ സംഗമവും യുവതീ പ്രവേശനവും രണ്ടും 2 ആംഗിളിൽ കാണണം. അപ്പൊ ഇതിനർത്ഥം പറയും ഇവരിത് വീണ്ടും ആവർത്തിക്കും. ഇവർക്ക് ഇപ്പം എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തി മുമ്പോട്ട് പോകണം. ഒന്നുകിൽ അതാണ് ഉദ്ദേശം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശബരിമല അയ്യപ്പൻ ഭഗവാന്റെ മറവിൽ കുറച്ച് പണം സമ്പാദിക്കണം. ഇതാകാം മറ്റൊരു ഉദ്ദേശം. ഇത് രണ്ടും സാധ്യമാക്കി വീണ്ടും ഇവർ അധികാരത്തിൽ തുടരുന്ന ഒരു സാഹചര്യം ഇവർക്ക് 2026 ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇതല്ല ഇതിനപ്പുറം കാണിക്കും. ഇവർ ശബരിമല ഉദ്ധരിക്കാനല്ല. ജിന്ദേ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ 3000 ഡെലിഗേറ്റ്സ് വരുന്നു എന്ന് ഇവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അത് ആരാണെന്ന് ഇവർക്ക് മാത്രമേ അറിയാവൂ.
അങ്ങനെ വരുന്നതിൽ യുവതികളായിട്ടുള്ള ആരെങ്കിലും അതെ. ഉണ്ടെങ്കിൽ അവർ ശബരിമലയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും BJP-യുടെ ഒരു പ്രതികരണം? ഒരു കാരണവശാലും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മളൊക്കെ വിശ്വാസികളാണെന്ന് അല്ലെങ്കിൽ ശബരിമലയുടെ ആചാര സംരക്ഷണം, ആചാര പദ്ധതിയും നിലനിർത്തി പോകണമെന്നും ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് അത് സഹിക്കാൻ കാര്യമാണ്. അതിനുള്ള ധൈര്യമൊന്നും പിണറായി വിജയൻ ഇല്ലെന്നേ. ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പോകാനുള്ള ധൈര്യമൊന്നും ഇന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ല. അങ്ങനെ പോകാൻ പിണറായി വിജയൻ ഒരു നിലപാടും എടുക്കാൻ പോകുന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ ആദ്യം കേട്ടിട്ട് ഈ പറഞ്ഞ പരിപാടി വിളിക്കേണ്ട ആളല്ലേ ബിന്ദു ഓമണി. ബിന്ദു ഓമണി ചോദിച്ചല്ലോ, എന്നെയും കൂടെ പങ്കെടുപ്പിക്കുമോ, എനിക്ക് അവിടെ സംസാരിക്കാൻ അവസരം തരുമോ, ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ. എന്താ കഴിഞ്ഞ ദിവസം മന്ത്രി വാസവൻ പറഞ്ഞത്, അവരെ ഒന്നും അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. അതിനുള്ള ധൈര്യം ചങ്കൂറ്റൊന്നുമില്ല. കാരണം പഴയ കാലമല്ലല്ലോ. കേരളത്തിലെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ വിശ്വാസികളിൽ ഏതാണ്ട് 40% ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മാറിയില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവര് ആ ഒരു നിലപാടിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗിമിക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗീർവാണത്തിനൊന്നും ഇവരെ കൊണ്ട് സാധിക്കില്ല. അതൊക്കെ പണ്ട് അല്ല, ഇപ്പൊ ആചാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ദേശീയതയോട് പോലും മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് സമീപകാലങ്ങളിൽ നമ്മൾ കാണുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം താങ്കളുടെ ജില്ലയിൽ നടന്ന ഒരു സംഭവം. ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മാധ്യമങ്ങൾ, ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അത് ഞങ്ങൾ പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാര്യം ദേശീയ ചിഹ്നങ്ങളെ അല്ലെങ്കിൽ ദേശീയതയെ എന്നും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹസ്രത് ബാലിൽ ഒരു സംഭവം ഉണ്ടായി. താങ്കളും ന്യൂസിൽ കണ്ടു കാണും. അവിടുത്തെ ഒരു മോസ്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫലകത്തിൽ ദേശീയ ചിഹ്നം വന്നു എന്നുള്ള ഒരു ഇതിൽ അത് തകർക്കുന്ന ഒരു കാഴ്ച. അതിന് സമാനമായി തന്നെയല്ലേ ഇപ്പോൾ ഈ പൂക്കള വിവാദവും ഉണ്ടായിരിക്കുന്നത് താങ്കളുടെ ജില്ലയിൽ? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഈ മുതുവിലക്കാട് എന്ന് പറയുന്ന പ്രദേശം ഏതാണ്ട് കാലങ്ങളായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ വലിയ സ്വാധീനമുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ചെറുപ്പക്കാരെ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുള്ള സ്ഥലമാണ് ഈ മുതുവിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രവും അതിനെ ബന്ധപ്പെട്ടിരിക്കുന്ന ആ പ്രദേശവും. വലിയ സ്വാധീനം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുള്ള സ്ഥലമാണ്. നോക്കൂ, ഞാൻ അങ്ങയുടെ അറിവിലേക്ക് ഒരു കാര്യം വളരെ വേദനയോടെ പറയാം. ആ പ്രദേശത്ത് ഈ പറഞ്ഞ ദേശീയ ചിന്താഗതി അല്ലെങ്കിൽ ദേശീയ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരിൽ ഒരു കേസ് പോലും ഇല്ലാത്ത ഒരാൾ പോലും ഇവിടെ ഇല്ല. ഏതെങ്കിലുമൊക്കെ സമയത്ത് കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് ഇവർ പല സാഹചര്യങ്ങളിൽ ഇവരെല്ലാം കേസുകൾ പ്രതിയാക്കിയിട്ടുണ്ട്. അത് പ്രതിയാക്കിയിരിക്കുന്നത് സാധാരണക്കാരായ ആൾക്കാരെ മാത്രമല്ല, അവിടുന്ന് ധാരാളം സൈനികരുള്ള സ്ഥലമാണ് ഈ മുതുവിലക്കാട് എന്ന് പറയുന്നത്. ആ മുതുവിലക്കാട് പ്രദേശത്തുള്ള സൈനികരെ ഉൾപ്പെടെ വിവിധ കേസുകൾ ഇവർ പ്രതിയാക്കിയിട്ടുണ്ട്. ഓരോ ചെറുപ്പക്കാരുടെയും തലയുടെ മണ്ടയിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നവരുടെയൊക്കെ തലയുടെ മുകളിൽ 2ഉം 3ഉം കേസിന്റെ ഭാരം പേറിയാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ ഇവർക്കുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ മുതുവിലക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അന്ന് സൂചിപ്പിച്ച പോലെ ദേശീയ ചിന്താഗതിയുള്ള ചെറുപ്പക്കാർ വളർന്നു വരാൻ പാടില്ല. ദേശീയ ചിന്താഗതി മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ആൾക്കാർ ആ പ്രദേശത്ത് ഉണ്ടാകരുത്. അത് തന്നെയാണ് ഇവരെ പ്രകോപനം കൊള്ളിക്കുന്നത്. നോക്കൂ, മുതുവിലക്കാട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുതുവിലക്കാട് പാർത്ഥസാരഥി ഭഗവാന്റെ ആ ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട് ഈ കൂട്ടത്തില്. അവിടുത്തെ ഉത്സവങ്ങൾ നടത്തുന്ന ചെറുപ്പക്കാരാണ്, അവിടുത്തെ മറ്റു വിശേഷങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. ഇതിന്റെ എല്ലാം സംഘാടക സമിതിയായിട്ടും സംഘാടനത്തിന് വേണ്ടിയിട്ടും ഓടിച്ചാടി രാപകല അധ്വാനിക്കുന്ന ചെറുപ്പക്കാരാണ്. അവരാവശ്യപ്പെട്ടതാണ് ഞങ്ങൾക്ക് പൂക്കളം ഇടണം. അത് കാലങ്ങളായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. 10-18 വർഷക്കാലമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ പൂക്കളം ഇടണം എന്ന് പറഞ്ഞ സമയത്ത് അവിടുത്തെ ഇപ്പൊ ഭരിക്കുന്ന കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് ഈ ഇൻഡീസ് ഒക്കെ അവിടെ ഭരിക്കുന്നത് ഈ CPM-ഉം കോൺഗ്രസും കൂടെ ചേർന്ന ഒരു സംവിധാനം ആക്കിയിട്ട് അവിടെ ഈ പറഞ്ഞതുപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ പരാജയപ്പെടുത്തിയ ഒരു സംവിധാനമാണ്. ഇവർ ചെയ്ത എന്താണ്, ഞങ്ങൾ പൂക്കളം ഇടാൻ അനുവദിക്കില്ല. ആ സമയത്ത് നമ്മുടെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ പൂക്കളം ഇടും. കാരണം ഒരു പൂക്കളം ഇടുന്നത് തെറ്റാണെന്ന് നമുക്ക് ആ നിലപാട് ശരിയല്ല. അപ്പം പോലീസിന്റെ ഭാഗത്തിൽ മധ്യസ്ഥ ശേഷം പോലീസാണ് ഒരു സ്ഥലം, മറ്റവർക്ക് തോന്നെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ മൊത്ത സ്ഥലവും കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വിശ്വാസമുള്ള ദേശീയ ചിന്തകളുടെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം മാറ്റിക്കൊടുത്തു. ആ സ്ഥലത്ത് അവർ വളരെ ഭംഗിയുള്ള ഒരു പൂക്കളം ഇട്ടു. അതിനോടൊപ്പം പാർത്ഥസാരഥിയുടെ ധ്വജവും അവർ വരച്ചു വെച്ചു. അതിന് താഴെ അവർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളും അങ്ങേയറ്റം അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു സൈനിക നടപടിയല്ലേ. നമ്മുടെ ശത്രു രാജ്യത്തിന് മേൽ ഇതിനേക്കാൾ സമീപകാലത്ത് നമ്മൾ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ഇത്രമാത്രം ജനങ്ങൾ നെഞ്ചോടെ സ്വീകരിച്ച ഒരു നടപടി ഉണ്ടായിട്ടില്ല. ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയ സമയത്ത് ഇവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. പോലീസിനെ വിളിച്ചിട്ട് ഒരു പരാതി പറയുന്നു, ഇവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഫലഭാഗത്തു നിന്നും ഒക്കെ വരുന്നു. കാരണം
ഏത് CPM-ന്റെ ഏത് ലോക്കൽ സെക്രട്ടറി വിളിച്ചാലും പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി അവിടെ ഇരിപ്പുണ്ട് തിരുവനന്തപുരത്ത്. അദ്ദേഹം വിളിച്ച് ഇവിടേക്ക് താഴേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രഷർ ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്, അത് മായ്ക്കണം. സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞവന്റെ ഒരു ബോധം ചിന്തിക്കണ്ടേ? ഓപ്പറേഷൻ സിന്ദൂർ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്, അത് മായ്ക്കണം. അത് മായ്ച്ച പ്രശ്നമൊന്നുമില്ല, അത് മായ്ച്ചേ പറ്റത്തുള്ളൂ. അത് അല്ലെങ്കിൽ ഞങ്ങൾ മായ്ക്കും. ചെറുപ്പക്കാർ പറഞ്ഞു, അവിടുത്തെ പിള്ളേർ പറഞ്ഞു, ശരി നിങ്ങൾ ഞങ്ങളെ തൂക്കിക്കൊല്ലത്തൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് തൂക്കിക്കൊന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ പൂക്കളം ഇട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ തൂക്കിക്കൊന്നു. എന്നാലും അത് മായ്ക്കാൻ തയ്യാറല്ല. പോലീസിന്റെ ഭീഷണി, തിരുവോണം ഉണ്ണിക്കില്ല പറഞ്ഞ് തിരുവോണം ഉണ്ണണ്ട. പക്ഷെ എന്നാലും ഈ പറഞ്ഞ ദേശീയ ചിന്താഗതിയോടെ, കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ പോലീസിന്റെ പരിലാളനം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പരിലാളനം ഏറ്റുപറ്റിട്ടുള്ള പ്രവർത്തനമാണ് വന്നിട്ടുള്ള പ്രസ്ഥാനമാണോ നമ്മുടെ പ്രസ്ഥാനം? അവര് നിലപാടെടുത്തു, ഒരു കാരണവശാലും മാറ്റത്തില്ല, മായ്ക്കില്ല. പോലീസ് കേസെടുത്തു, BNS 192 ഇട്ടിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. എന്താണ്? ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്ത് വർഗീയ ലഹളയാണ് നമ്മൾ ഉണ്ടാകുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ കണ്ടാൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയൊരു പൂക്കളം ഇട്ടാൽ ഉണ്ടാകുന്ന വർഗീയ ലഹള ഉണ്ടാകുന്ന സ്ഥലമായിട്ട് ഈ കേരളത്തിൽ ഒരു മാറ്റിയോ? നോക്കൂ, കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ കണ്ടതല്ലേ ബാണായിക്കാവില്. ജിതിന്റെ ഒരു കാര്യം അതിന്റെ ഇടയിൽ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചപ്പോൾ എടുക്കാത്ത കേസാണിത്. അതെ, കഴിഞ്ഞ ദിവസം തന്നെ അല്ലേ കണ്ടത്? മാടായിക്കാവിൽ കാണിച്ച എന്താ ഇവർ കാണിച്ചു കൂട്ടിയത്? മാടായിക്കാവിൽ ഇവർ എന്താണ് കാണിച്ചു കൂട്ടിയത്? നബിദിനം, ഇന്നേ വരെ നബിദിനം ആചരിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിയുടെ GOയും SOയും ഒക്കെ ചേർന്നുകൊണ്ട് അവിടെ കുറെ മുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് ഒരു രാഷ്ട്രത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുക, അവിടെ ആ രാഷ്ട്രത്തിന്റെ കൊടി കത്തിക്കുക. നോക്കൂ, അപ്പൊ ഇതൊക്കെ പോലീസിന്റെ അനുമതിയോടെയും പോലീസിന്റെ മൗനാനുഭവത്തോടെയും നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കമന്റ് ഈ പറഞ്ഞ ഭരണതത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? നോക്കൂ, നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഓപ്പറേഷൻ സിന്ദൂർ, ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന രീതിയിൽ ഇട്ട പൂക്കളത്തിനെതിരെ ഇത്തരത്തിൽ നിലപാടുണ്ടായ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതിൽ ശക്തമായ പ്രതികരണം രേഖപ്പെടുത്തി. ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധവുമായിട്ട് പോയി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അദ്ദേഹം വലിയ തിരക്കുണ്ടായണക്കും അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് അവിടെ വന്നു. അദ്ദേഹം വന്ന് അവിടെ സിന്ദൂരം ചാർത്തി, ആ പൂക്കളത്തിൽ അദ്ദേഹം സിന്ദൂരം ചാർത്തി. ആ സിന്ദൂരം അവിടെ നിന്ന സഹോദരിമാർക്ക് അദ്ദേഹം പകർന്നു നൽകി. ഇത്രയും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ്, ഇത് തെറ്റായി പോയി, ഇത് ശരിയായ നിലപാടല്ല, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവര് ദേശത്തിന് വിരുദ്ധരായിട്ടുള്ള നിലപാടാണ് ഇവരെടുക്കുന്നത്. അതൊന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇവരെല്ലാം മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ജനങ്ങളുടെ കഷ്ടപ്പാടിനെ സംബന്ധിച്ചോ ജനങ്ങളുടെ എന്താ പറയുക ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചൊന്നും ഇവർ സംസാരിക്കാൻ തയ്യാറാകുന്നേ ഇല്ല. നോക്കൂ, കഴിഞ്ഞ ദിവസം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു വിവാദത്തിൽ നിൽക്കുന്ന സംഭവമാണല്ലോ കോൺഗ്രസ് പാർട്ടി. നമ്മൾ ഈ CPM പറയുമ്പോൾ കോൺഗ്രസിന് ചിന്തിക്കണം, ബീഹാർ BD വിവാദം അല്ലെ? അതെ, PT ബൽറാമുമായി ബന്ധപ്പെട്ട. നോക്കൂ, എത്രയോ തവണയാണ് ഇവർ ആവർത്തിക്കുന്നത്. അതെ, എത്രയോ തവണയാണ് ഇവർ ആവർത്തിക്കുന്നത്. നോക്കൂ, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം, 1 nation 1 husband, മോഡി വിൽ ഡെലിവർ സിന്ദൂർ ടു ഓൾ ഹൗസ് ഹോൾഡ്സ്. ഒരു ട്വീറ്റായിരുന്നു വരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. നോക്കൂ, ഇതിങ്ങനെ രാജ്യ താല്പര്യങ്ങളെ പോലും ഈ പറഞ്ഞ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഏത് തരത്തിലും വളച്ചൊടിക്കാൻ വക്രീകരിച്ചു കൊണ്ടുപോകണം. നരേന്ദ്രമോദി അറ്റാക്ക് ചെയ്യാന്ന് പറയും, പക്ഷെ ആക്രമിക്കുന്നത് രാജ്യത്തെയാണ്, രാജ്യത്തെ ജനങ്ങളെയാണ്, രാജ്യത്തെ താല്പര്യങ്ങളെയാണ്. ഇത്രമാത്രം ദേശവിരുദ്ധത വീർന്ന രണ്ട് പ്രസ്ഥാനങ്ങളായിട്ട് ഈ പറഞ്ഞ കോൺഗ്രസ്, രാജ്യവിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും ഇത് രണ്ടും ഇതിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നമ്മളിപ്പോ ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളിലും പ്രധാനമായും വരുന്ന രണ്ട് വിഷയങ്ങൾ ഇത് തന്നെയാണ്. രാജ്യവിരുദ്ധതയും, പ്രധാനമായും രാജ്യവിരുദ്ധത, ഹിന്ദു വിരുദ്ധത. സത്യം ഇത് തന്നെയാണ്. ഏതെടുത്ത് പരിശോധിച്ചാൽ ഇത് തന്നെയാണ്. കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് VS ജിതിൻ ദേവ്, കൊല്ലം BJPയുടെ കൊല്ലം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. എന്തായാലും ഈ വിഷയങ്ങളിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ ജിതിൻ ദേവ്. നന്ദി, നമസ്തേ. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര.
കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.